ഞാൻ എൻ്റെ പേര് വിജയമ്മ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2023 ജൂൺ 22-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ബ്രസ്റ്റിനൊരു ക്യാൻസർ സ്ഥിരീകരിച്ചു. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് പോയി. അങ്ങനെ ഞാൻ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ പത്രം കിട്ടിയത്. അന്ന് ഞാൻ 2023 ജൂണിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. എനിക്കും എൻ്റെ ഭവനത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതെല്ലാം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ് വീണ്ടും അമ്മ എനിക്ക് തന്നത്. ഞാൻ 6 മാസം ചെക്കപ്പിന് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലത് ബ്രസ്റ്റിന് മാമോഗ്രാം ചെയ്ത് കൊണ്ടുചെല്ലാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു കൊണ്ടുചെല്ലുമ്പോൾ മാമോഗ്രാമിൽ ഒരു സംശയമായ മുഴ കാണപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പരിശോധിച്ചപ്പോൾ അത് കാണുന്നില്ല, മാമോഗ്രാമിൽ തെളിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്കാണോ വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണം, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അതിന് പറഞ്ഞു ഞാനിപ്പോൾ ഉടമ്പടിയില്ല, എനിക്ക് അമ്മ ഒന്നും വരുത്തത്തില്ല. ഞാൻ ധൈര്യത്തെ ഇരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ കുഴപ്പം വല്ലതും ഉണ്ടോ? അന്നേരം പറഞ്ഞു മറ്റേ ഡോക്ടർ പറയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിഷമിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഞാനും കൂടെ വരാം, വന്ന് ഡേറ്റ് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഡേറ്റ് ഇട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സും കൂടെ വന്നു, ഡേറ്റ് ഇട്ടു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പോയി. ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. പോയി ഞാൻ അന്നേരം ഒന്നും എനിക്ക് വിഷമമില്ലായിരുന്നു. ബസ്സിൽ കയറി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ജപമാല കാണാതെ അറിയത്തില്ല എങ്കിലും ഞാൻ ജപമാല വെച്ച് നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു മുസ്ലിം സഹോദരിയുണ്ട്. ഞങ്ങൾ ഒരു സീറ്റായി ഇരിക്കുക. അപ്പം ഇരിക്കുമ്പോൾ അന്നേരം എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എങ്കിലും പുറമേ കരയുന്നില്ല, ഉള്ളുകൊണ്ട് കരയാൻ തുടങ്ങി. അമ്മേ എൻ്റെ 2ാമത്തെ ബ്രസ്റ്റും പോവാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകി അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആ ചേച്ചി ഞാൻ നോക്കുമ്പോൾ കാണാം എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റേ പോയിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള സീറ്റേ പോയിരിക്കുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 3 സീറ്റുള്ള ആളിരിക്കുന്ന സീറ്റയിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ വേറൊരാൾ ഇങ്ങനെ ചരിഞ്ഞിരുന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്താ നോക്കുന്നതെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ ആളിനെ നോക്കിയപ്പം ഒരു വല്ലാത്ത ചിരി എന്നെ ചിരിച്ചിട്ട് എനിക്ക് ആ ചിരി ഇന്നും ഓർക്കുമ്പോൾ ഭയമാണ് ചിരിക്കുന്നു. ഞാൻ എന്നിട്ട് കണ്ണുനീര് ആ വിങ്ങൽ മാറിയിട്ട് ഞാൻ ചോദിച്ചു എന്താ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ ചേച്ചി ഈ പെന്തക്കോസ്ത് ചേച്ചിയായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഞാൻ എന്താ ചിരിക്കണമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു എന്താ വിഷമം മുഖത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നതുപോലുള്ളൊക്കെ ഒരു പേഷ്യൻ്റാണ്, വീണ്ടും ഒരു സംശയം ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം എന്നെ തലോടാൻ തുടങ്ങി, എൻ്റെ കയ്യിൽ തടവാൻ തുടങ്ങിയിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ വിഷമിക്കുന്നേ, ജീവനോടെ ഉള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, കർത്താവ് വിശ്വസിക്കായെ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല, കൈവിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, അതാണ് നമുക്ക് വേണ്ടുന്നത്, വിഷമിക്കരുത്. എന്നിട്ട് എന്നെ തലോടുക, എന്നെ തടവുക, എന്നെ താടിക്ക് പിടിക്കുക. എനിക്കറിയത്തില്ല പിന്നെ ഞാൻ അറിഞ്ഞത് കൃപാസനം മാതാവ് ഈശോപ്പയും കൂടെ വന്നതാണെന്ന് പിന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ പേരുമൊക്കെ ചോദിച്ചുകൊണ്ട് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഷേക്ക് ഹാൻഡും ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിങ്ങി പൊട്ടിയിരുന്ന ഞാൻ പിന്നെ കരഞ്ഞില്ല. പിന്നെ ധൈര്യം വന്ന് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കും തിരുവനന്തപുരത്ത് നിന്ന് കരുനാഗപ്പള്ളി വന്നിറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഈ ഡോക്ടേഴ്സ് എന്നെ ആ പറഞ്ഞതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ട്രീറ്റ്മെൻറ്റ് വേണമെന്നോ മറ്റൊന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചോ പറഞ്ഞാൽ ഇനി ചെക്കപ്പിന് ചെല്ലണം, അത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയാതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ കയറി മെഴുകുതിരി കത്തിക്കുന്നിടത്ത് ചെന്ന് മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയില്ല,
എനിക്കിനി ഒരു രോഗം വേണ്ട. ഞാൻ വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തും ആ ഒരു എനിക്ക് അതിൽ നിന്നും അമ്മ ഇനിയും രക്ഷിക്കണം. എനിക്കിനി അസുഖം വന്നിട്ട് എനിക്കിനിയും ചികിത്സിക്കണ്ട, എനിക്ക് അമ്മ അസുഖം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞ് കാര്യം പറയുന്ന പോലെ അമ്മയെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് വിഷമമില്ലായിരുന്നു. അങ്ങനെ ബയോപ്സി ദിവസം വന്നു, പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പോയി ബയോപ്സിക്ക് എടുത്തു. ഡോക്ടർ സ്കാൻ ചെയ്താണ്. മുഴ വലുതായിട്ട് പുറമേ കാണാനില്ല, സ്കാനിങ്ങിൽ വന്നതാണ്, അല്ല പുറമേ കാണാനില്ല. അങ്ങനെ ഡോക്ടേഴ്സ് ബയോപ്സിക്ക് എടുത്തു, അയച്ചു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കാശ് രൂപം കയ്യിലുണ്ട്, ഉപ്പ് ഞാൻ സ്കാനിങ് എടുക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഇട്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ തൈലം തേച്ചിട്ടൊക്കെയാണ് ഞാൻ കയറിയത്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു, ബയോപ്സിക്ക് എടുത്തു. റിസൾട്ടിന് ഞങ്ങൾ പോയി റിസൾട്ട് കിട്ടിയപ്പോൾ അസുഖം ഇല്ല വന്നേക്കുന്നത്. അസുഖം ഒന്നുമില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും ഡോക്ടേഴ്സിന് സംശയം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് വീണ്ടും എഴുതിയേക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യണമല്ലോ, ഇത് ബേഡ്സ് 4 ആണല്ലോ, അത് ഞങ്ങൾക്കിങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബയോപ്സിക്ക് ഡേറ്റ് ഇട്ടു. ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. അങ്ങനെ കോശങ്ങൾ കുറച്ചുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡേറ്റ് ഇട്ടു പോന്നു. എനിക്ക് ധൈര്യമായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും പോന്നു. പിന്നെ ആ ഡേറ്റിന് വീണ്ടും ചെന്നപ്പം ബയോപ്സി എടുത്തു. അപ്പം വേറെ 2 ഡോക്ടർമാരും ബയോപ്സി എടുത്തു. അപ്പോൾ ആ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ട് പറയുന്നു, മാമോഗ്രാമിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയുന്നു, ഇതിനകത്തെ പൊസിഷനൊന്നും ഇതിനകത്തില്ലല്ലോ, ഈ പൊസിഷനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ബയോപ്സി വീണ്ടും ചെയ്യുന്നത്, ഇത് ഒന്നുമില്ലല്ലോ കാണാൻ എന്നൊക്കെ ഡോക്ടേഴ്സ് തമ്മിൽ പറയുന്നു. അപ്പം ഒരു ഡോക്ടർ പറയുന്നു, എന്തായാലും എടുക്കാം, ഒരു ബ്രസ്റ്റ് പ്രശ്നമായതല്ലേ, അപ്പോൾ എന്തായാലും എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തയച്ചു. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും റിസൾട്ട് വന്നത് നെഗറ്റീവ്. അവർക്ക് ഒന്നുകൂടെ ചെയ്യണം, 3ാമതും റിപ്പീറ്റ് ചെയ്യണം. അപ്പം അന്നാ വന്നേക്കുന്നേ. അപ്പം ഡോക്ടേഴ്സിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല എന്നുള്ളത്. അപ്പം എൻ്റെ അമ്മ മാതാവ് മാറ്റിയാന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പം എനിക്ക് ഒന്നുകൂടെ ധൈര്യമായി. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെ ആ റിസൾട്ട് വാങ്ങിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, ഇനിയും ചെയ്യണ്ട, ബയോപ്സി ഇനിയും ചെയ്യണ്ട, പക്ഷേ ഞങ്ങൾക്കൊരു ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം, ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം ചെക്കപ്പ് മാറ്റി, ഓരോ മാസം ചെക്കപ്പാക്കി, 2 മാസം സ്കാനിങ് ആക്കി, 6 മാസം മാമോഗ്രാം ആക്കി, അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയാം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോന്നു. അങ്ങനെ ഇപ്പം ഓരോ മാസം ആക്കി, ഓരോ മാസം ചെക്കപ്പ്, 6 മാസം മാമോഗ്രാം, 6 മാസം കഴിഞ്ഞ് നീ ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയ്ക്ക് കസേര ഇരുന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ കരഞ്ഞു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞു വെച്ച് ഞാൻ കരഞ്ഞു. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാ കരയണ്ട, അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് നന്ദി മുട്ടുകുത്തി, ആശുപത്രിയുടെ വെളിയിലോട്ടിറങ്ങി മുട്ടുകുത്തി അവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരികെ പോന്നു. അങ്ങനെ ആ വലിയ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് അമ്മയ്ക്ക് ഈശോയപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കയ്യിൽ, എൻ്റെ ഈ ഇടത്തെ കയ്യിൽ പത്തിക്കൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ജോസഫച്ചനെ വന്ന് കാണുമായിരുന്നു. ബയോപ്സി പോകുന്നതിന് മുമ്പെല്ലാം ജോസഫച്ചൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെയായിരുന്നു പോയത്. പിന്നെ ഇപ്പോൾ ഇടത് കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ പോലെ, നേരത്തെ അമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ മുഴ എൻ്റെ കയ്യിലില്ല, പറ്റി. ഞാൻ കീഹോൾ സർജറിക്കും പോയില്ല, ഒന്നും പോയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ മസിൽസിൻ്റെ നീർക്കെട്ട് മാറ്റി ആ മുഴ ഇല്ലാതാക്കി തരണമേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ സിസ്റ്ററെ കാണിച്ചു, ആ മുഴ വലിയൊരു മുഴയായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനെ ആ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കൊണ്ടുപോകും. പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊടുക്കും, കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ കൊടുക്കും, ബസ് സ്റ്റോപ്പിൽ കൊടുക്കും. പിന്നെ പത്രം തീർന്നു കഴിയുമ്പോൾ എനിക്ക് വിഷമോ ആ പത്രം തീർന്നു പോയല്ലോ എന്ന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വള്ളികുന്നം എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപമുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊരു രൂപമുണ്ട്. അവിടെ ഈ മെഴുകുതിരി കത്തിക്കുന്നിടത്ത് അവിടെ ഞാൻ നോക്കുമ്പോൾ 2 കെട്ട് പത്രം ഇരിക്കുന്നു. ഞാൻ ഓട്ടോ നിർത്തിയിട്ട് ആ പത്രം എടുത്തുകൊണ്ട് പോയി ഞാൻ പോകുന്നിടത്തെല്ലാം കൊടുത്ത് എല്ലാവരുടെയും പറയും, പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോകണം, എല്ലാത്തിനും ശാന്തി, എല്ലാത്തിനും അമ്മ പരിഹാരം ഉണ്ടാക്കി തരും. സഞ്ചാരി മാതാവ അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഈ ആശുപത്രി പോയിട്ട് വന്നപ്പോൾ ആ വിവരം എല്ലാവരുടെയും പറയും. പത്രം ഇല്ലെങ്കിൽ ഞാൻ ഒരു ബസ്സിൽ ഇരിക്കുവാണെങ്കിൽ ആ സീറ്റേ ഇരിക്കുന്നവരോട്ട് ഞാൻ പരിചയപ്പെടും. എന്നിട്ട് അവരെ കൃപാസനത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവർക്കും വിശ്വാസവും, അങ്ങനെ അവരും ദുഃഖത്തിൽപ്പെട്ടവരായിരിക്കും, അവരും പോകുമെന്ന് എന്നോട് പറയും.